ഹായ് അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്ത്. എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ. പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പങ്ങളെ വീട്ടിലേക്കാണ് വന്നത്. അപ്പോൾ ഇവിടെ നാസ്ത എല്ലാം എന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പം നല്ല ആവി പറക്കുന്ന പുട്ടുണ്ട് റെഡിയാക്കി വെച്ചിട്ട്. സാധാരണ നമ്മൾ നെയ്പത്തിരിയാണ് ഉണ്ടാക്കൽ, ഇപ്രാവശ്യം പുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പുട്ടും നമുക്ക് ആ ചിക്കൻ കറി കൂട്ടിയിട്ട് കഴിക്കാം. അപ്പം ഇതിനകത്തേക്ക് പുട്ടും ചിക്കൻ കറിയും, അതിനിടയിൽ ആ മുട്ട പുഴുങ്ങിയത് കൊണ്ട് അതും കൂടെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നാസ്തയാക്കട്ടെ, നിങ്ങൾ എല്ലാവരും നാസ്ത കഴിച്ചെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. ഓക്കെ. നല്ല ടേസ്റ്റ്. കറിക്ക് കുറച്ച് എരിവുണ്ട്, എന്നാലും കുഴപ്പമില്ല. ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല, നല്ലുണ്ട്, അടിപൊളി. അതിൻ്റെ ഇടയിൽ നമ്മളെ സാബിത്ത് മുട്ട കഴിക്കുന്നുണ്ടോ അവനറിയാണ്ട് ഞാൻ വീഡിയോ എടുത്തതാണേ. സാബിത്ത് വീട്ടിലൊന്നും നിൽക്കില്ല സാധാരണ. അപ്പോൾ നമ്മളെ അണ്ണൻ വന്നിട്ടുണ്ട്, നമ്മളെ ഓട്ടോ അണ്ണൻ. നമ്മുടെ പുരയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അണ്ണൻ അങ്ങനെ വന്ന് ദാക്കിസ് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അണ്ണനെ. ഇതാണ് നമ്മളെ വീട്ടിലേക്ക് പോകുന്ന വഴി. ആയിട്ടി അങ്ങനത്തെ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഏകദേശം എത്തിയിട്ടുണ്ട്. നമ്മളെ ഇടയില്ലേ യങ്ങസാണ്. ഇതാണ് നമ്മുടെ വീട് എത്തിയിട്ടുണ്ട്. ഇതാ വീടെത്തി. വീട്ടിലെത്തുമ്പോഴേക്ക് നല്ല അടിപൊളി പാലടി പായസമാക്കി വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ മറ്റേ സേമിയ പായസം മാത്രമേ ഉണ്ടാക്കല്, ഇപ്രാവശ്യം പാലടയിലേക്ക് മാറി. അപ്പോൾ പായസം കുടിച്ച് അതിന് ശേഷം കുറച്ച് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് ചോറ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പെരുന്നാൾ വിശേഷങ്ങൾ. അതിന് ചോറ് കഴിച്ച ശേഷം നമ്മുടെ ഇളയമാൻ്റെ വീടുണ്ട് പടന്നക്കാട്, അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ബലിപെരുന്നാൾ ആശംസകൾ നേരുന്നു. ബൈ ഫ്രം സിയാദ് IT.